അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ദോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിലും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാതന്നവൻ എന്നെ ക്ഷേമമായി പാലിടുന്നു. ഒന്നിനെ കുറിച്ചിലും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാതന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്ക് അഭയം. മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്ക് അഭയം. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാതന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാതന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിനിയും. മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ.
ദൈവമെന്നും കൂടെ ഉള്ളതാം. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെ ഉള്ളതാം. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെ ഉള്ളതാം. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെ ഉള്ളതാ. സിയോൻ യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിനിയോ. സിയോൻ യാത്രയത് മനമേ ഭയമൊന്നും വേണ്ടിനിയോ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ, വിവൽ പക്ഷിക്കും ചെറുകുരികിലിനും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ, വിവൽ പക്ഷിക്കും ചെറുകുരികിലിനും. രാവിലെ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. രാവിലെ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാമെന്നും നിന്റെ ശക്തിയാൽ. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാ എന്നും നിന്റെ ശക്തിയാൽ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ എൻ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എൻ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗ
വിവൽ പക്ഷിക്കും ചെറുപുരികിലിനും ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ. വിവൽ പക്ഷിക്കും ചെറുപുരികിലിനും രാവിലെ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. രാവിലെ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. ദൈവം നല്ലവൻ, നന്മക്കൾക്ക് പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കൾക്ക് പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലേ. ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാ. ഞങ്ങൾ പാർത്തിടും നിന്റെ ആലേ. ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയാൻ. ദൈവം നല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ആമേൻ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഈ സഭയുടെ ശുശ്രൂഷകൻ, എൻ്റെ സ്നേഹിതനായിരിക്കുന്ന കർത്താവ് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ശ്രേഷ്ഠദാസൻ അജിത് പാസ്റ്റർ, സഹധർമ്മിണി, മറ്റ് എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും എൻ്റെ വന്ദനങ്ങളും അറിയിക്കുന്നു. എന്നെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്ന പ്രിയ എനിക്കൊന്ന് അഖിൽ ബ്രദറായ സ്തോത്രം ചെയ്തു. ബാക്കി ആരെയും എനിക്കിവിടെ പരിചയമില്ല. നിങ്ങളെയൊക്കെ കാണാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവനാമത്തിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. പ്രിയ ദൈവദാസൻ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 വർഷത്തിലേറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. ഒരുമിച്ചൊരു ക്ലാസ്സിൽ പഠിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫിലദൽഫിയ ബൈബിൾ കോളേജിലേക്ക് മാറി. എനിക്ക് തോന്നുന്നത് അജിത്ത് ആ ബൈബിൾ കോളേജിൽ തന്നെ പഠിക്കാൻ ഇടവരുത്തി. അതിനുശേഷം ഞാനും എന്നെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞ് കർത്താവ് എന്നെ ഏൽപ്പിച്ച് ആത്മീക ചിന്തയിലേക്ക് കടപ്പാൻ ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ല ആത്മീക ബന്ധങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ക്ലാസ്സിലെ എന്നാ പറയുന്ന ഇൻ്റലക്ച്വൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രിയ അജിത്ത്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ശുശ്രൂഷയിൽ കണ്ടതിൽ ഒത്തിരി അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ഈ പട്ടണത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി തീരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഈ പകലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൻ്റെ ആഴങ്ങൾ എന്നോട് സംസാരിക്കുമെന്ന് ഉറപ്പുള്ള എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരുമിച്ചുള്ള നമ്മുടെ ആരാധനകൾ, പ്രാർത്ഥനകൾ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമാക്കി ദൈവം തീർക്കട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഫിലദൽഫിയ ബൈബിൾ കോളേജിൽ പഠിക്കാൻ കർത്താവിനെ സഹായിച്ചു. അതിനുശേഷം ഒരു അധ്യാപകനായി പഠിപ്പിക്കുന്ന സമയത്ത് സൗദി അറേബ്യയിൽ അൽ അഫൂഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നുപോയി. കഴിഞ്ഞ
3 വർഷം അവിടെ ഒരു സഭാ ശുശ്രൂഷ, ഇതുപോലൊരു കൂട്ടായ്മ അവിടെയും ഉണ്ടായിരുന്നു. അവിടെ ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ വർഷം വിവാഹം കഴിഞ്ഞു. അതോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ വർഷം ഡിസംബർ 26-ാം തീയതി ഡൽഹിയിലേക്ക് കടന്നു വന്നു. അടുത്തൊരു ശുശ്രൂഷയുടെ കാര്യങ്ങൾ ചിന്തിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെയും ആമേൻ ഞാൻ ചോദിക്കുകയാണ്. കർത്താവ് നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്കധികം പാടാനൊന്നും വലിയ കഴിവില്ലെങ്കിലും ആമേൻ ഒരു കോറസ് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയിട്ട് ദൈവജനത്തിൻ്റെ ആഴത്തിലേക്ക് ഒന്നിറങ്ങാൻ ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ കണ്ണുകളൊന്ന് ദൈവസന്നിധിയിലേക്ക് അടയട്ടെ. ആരും കണ്ണ് തുറന്നിരിക്കരുത്. എല്ലാവരും ഏകാഗ്ര ഹൃദയത്തോടെ ദൈവമുഖത്തേക്കൊന്ന് നോക്കി, ആരാധ്യനായ ദൈവമുഖത്തേക്ക് നാം നോക്കുമ്പോൾ ആ നാഥൻ്റെ കരം ഈ പകൽ എനിക്ക് വേണ്ടി ചലിക്കുമെന്ന് ഉറപ്പോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ദൈവം നമുക്ക് കൃപ തരേണ്ടതിനായി ആത്മാർത്ഥമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ആരാധന 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 യേശുവിനാരാധന ആരാധന 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 തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു. കരങ്ങളൊക്കെ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി ആരാധന ഹോ ആരാധന ഉപമനയം പബ ആരാധന ആരാധന യേശുവിനാ ആരാധന. ഒരിക്കൽ കൂടെ ഹോ ആരാധന 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 ആരാധന. രുചിച്ചു നോക്കി ഞാൻ കൃപാകളെ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കൃപാകളെ യേശു ക്രിസ്തു മാധുര്യമാ തേനിലും മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുരമാ രുചിച്ചു നോക്കി ഞാൻ കൃപാകൾ. In Jesus' name. ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോ. അനുഭവമുള്ള ദൈവമക്കളൊക്കെ പാടിയാട്ടെ. ഭാഗളേ യേശു ക്രിസ്തു മാധുര്യമാ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. വലിയ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിൽ അങ്ങേ സ്തുതിക്കുവാൻ ആരാധിപ്പാനുള്ള ബലം ഞങ്ങൾക്ക് തരണം. പ്രാർത്ഥന യാചന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളുടെ നല്ല ദൈവമേ. ഹല്ലേലൂയ.
എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും എൻ്റെ വന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു പാട്ട് പാടിയപ്പോൾ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അജിത് പാസ്റ്റർ വീട്ടിൽ പലപ്പോഴും കടന്നുപോയി അന്തി ഉറങ്ങാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. അവിടുത്തെ ആ കൂട്ടായ്മയിലൊക്കെ എനിക്ക് തോന്നുന്നത് പ്രസംഗിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എങ്കിലും അവിടെ സാക്ഷ്യം പറഞ്ഞതൊക്കെ എനിക്ക് ഇന്നലെ എന്ന പോലെ ഓർമ്മയുണ്ട്. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നല്ല ആത്മബന്ധങ്ങൾ ദൈവം തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു ആത്മിക ചിന്ത പറഞ്ഞ് എത്രയും പെട്ടെന്നിരിപ്പാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. 32-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാൻ തിരിക്കുന്നു. 38-ാം സങ്കീർത്തനം അതിൻ്റെ 32-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാണ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്ന നല്ല ആഗ്രഹത്തിനും നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഈ പട്ടണത്തിലും ഉള്ളതാണ്. ഈ പട്ടണത്തിൻ്റെ അനുഗ്രഹമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആമേൻ. ഞാൻ ഈ പട്ടണത്തിനൊരു അനുഗ്രഹം തന്നെയാണെന്ന് ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ചെറിയ കാലം മുതൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ അനേക രാജ്യങ്ങളിൽ അനേക പട്ടണങ്ങളിൽ ദൈവത്താൽ അയക്കപ്പെടുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഈ ഒരു പട്ടണത്തിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ ഇവിടെ നടക്കുന്നെന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ചില വർഷങ്ങൾക്ക് മുമ്പേ ജിൻസം പാസ്റ്റർ എന്നോട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളിവിടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ട് ഈ പകൽക്കാലം. ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിലാണ് ഞാൻ ദൈവത്താൽ അവൻ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട് മഹാദൈവത്തോടു കൂടെ ആയിരിക്കുന്നെന്ന് ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ഒന്നുമല്ല നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. ഇവിടെ ആയിരിക്കുന്നതിൻ്റെ പുറകിൽ നമ്മെ കരുതുന്ന ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരത്തെ തിരിച്ചറിഞ്ഞവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ നാം വഴുതി വീഴാതെ വണ്ണം നമ്മെ നടത്തിയൊരു നാഥനുണ്ടെന്ന് ഉറപ്പുള്ളവരുടെ കരങ്ങളൊക്കെ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി എത്ര പേർക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയും? അതെ, എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, എന്നെ കരുതിയൊരു കരുതലുണ്ടെന്ന് ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ ഈ പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എത്രയോ കുടുംബങ്ങൾക്കകത്താണെന്നറിയോ മുറവിളികളും വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ ഇന്നും ചിരിച്ച മുഖത്തോടെ ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്നെ സ്നേഹിക്കുന്ന നാഥന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഉറയ്ക്കുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാനിത് പറയുമ്പോൾ ഇന്നലെ ഒരു കേസിനോടുള്ള ബന്ധത്തിൽ ഞാനൊരു മെൻ്റൽ ഹോസ്പിറ്റലിൽ ഒരു വ്യക്തിയെ കൊണ്ടുപോയ സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട് ദൈവമക്കളെ. എത്രയോ കുടുംബങ്ങളാണെന്നറിയോ, അവനൊരു ഞരമ്പിൻ്റെ പ്രശ്നം ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ മാറിയാൽ അവൻ എന്ത് ചിന്തിക്കുന്നു, എങ്ങനെ നടക്കുന്നു, എങ്ങനെ പോകുന്നു എന്നറിയാതെ ജീവിതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇന്നലെ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ആത്മാവിലൊരു കാര്യം ഞാൻ ആത്മനിയോഗത്തോടെ പറയാ, ഇവിടെ ഇരിക്കുന്നതിന്റെ പുറകിൽ ദൈവത്തിന്റെ പദ്ധതി എന്ന് ആത്മാവിൽ ഉറയ്ക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ആരും മൗനമായിരിക്കരുത്. സ്തുതിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ അവൻ നന്ദിയുള്ള ഹൃദയത്തോടെ കരങ്ങളെ കൊട്ടിയാണെങ്കിലും കരങ്ങളെ ഉയർത്തിയാണെങ്കിലും ആ നാഥനെ ഉയർത്താൻ ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. വായിച്ച വചനത്തിൽ പറയും, ഞാൻ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒരു നല്ല ദൈവമാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് മറന്നു പോകരുത്. നാം ഈ ഹോളിൻ്റെ അകത്തിരിക്കുമ്പോൾ ഇടത്തും വലത്തും ഇരിക്കുന്ന ആളുകൾക്ക് പോലും അറിയാത്ത സകലത്തെയും ആരാഞ്ഞറിയുന്ന ഒരു നാഥൻ ഇതിൻ്റെ അകത്തുണ്ടെന്ന് ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. അതുകൊണ്ട് ആ വചനം പറയുന്ന 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിൽ ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ വചനം സത്യമാണെങ്കിൽ വചനത്തിൽ നാം വായിച്ച വാക്യം പറയുക, അവൻ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം ഇവിടെ ഇരുന്ന് അവനെ ആരാധിക്കുന്ന സമയത്ത്, ഇതിന്റെ പുറത്തു പോകുന്ന സമയത്തല്ല, ദൈവത്തിന്റെ ദൃഷ്ടി എൻ്റെ മേലും നിങ്ങളുടെ മേലും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം
സത്യം ദൈവമക്കൾ മറന്നു പോകരുത്. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, സഭയ്ക്കകത്ത് വരുമ്പോൾ ഒരു സ്വഭാവം, സഭയ്ക്ക് പുറത്ത് പോകുമ്പോൾ മറ്റു സ്വഭാവം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒറ്റ സ്വഭാവമേ ഉണ്ടാകാവൂ. അത് സഭയ്ക്കകത്താണെങ്കിലും സഭയ്ക്ക് പുറത്താണെങ്കിലും യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്റെ മേലിരിക്കുമ്പോൾ നമ്മുടെ ജീവിത വിശുദ്ധിയോടും വേർപാടോടും കൂടെ ആയിരിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുകയും ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഉറപ്പുണ്ടോ ദൈവമക്കളെ, യഹോവയുടെ ദൃഷ്ടി നമ്മുടെ മേൽ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ്. ഞാൻ സൗദി അറേബ്യയിലായിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു നിയമമുണ്ട്. അവിടെ അവൻ പുറത്തു പോയിട്ട് തുപ്പാനൊന്നും പാടില്ല. ഒരു ദിവസം ഞാൻ എൻ്റെ പല്ല് പറിച്ചു വരുന്ന സമയത്ത് ആകെ ബ്ലഡ് നിറഞ്ഞിരിക്കുമ്പോൾ എനിക്കൊന്ന് തുപ്പണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ റോഡുകളിൽ മുഴുവൻ ക്യാമറകളുണ്ട്. ഒറ്റ തുപ്പ് തുപ്പിയാൽ 6 മാസം ജയിലിൻ്റെ അകത്ത് കിടക്കണം, സൗദി അറേബ്യയിലെ നിയമം അനുസരിച്ച്. പക്ഷെ തുപ്പണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ ക്യാമറയുടെ കണ്ണുകളിൽ ഞാൻ പതിഞ്ഞു കഴിഞ്ഞാൽ 6 മാസം ഞാൻ ജയിലിൻ്റെ ആയിരിക്കും. എന്നാൽ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, അങ്ങനെയെങ്കിൽ എൻ്റെ രഹസ്യ ജീവിതവും എൻ്റെ പരസ്യ ജീവിതവും അറിയുന്ന ഒരു ദൈവം എനിക്കുള്ളത് കൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആത്മാവിൽ ഒരു കാര്യം ഞാൻ പറയാ, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് ദൈവത്തെ തരുന്ന ദൈവത്തിന്റെ കണ്ണുകൾ ഇന്ന് പകലിലും നമ്മെ കാണുന്നുണ്ടെന്ന് ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്വപ്നം ചെയ്യുകയാ. ആകുലതകളും വേദനകളും പ്രയാസങ്ങളും വേദകളൊക്കെ കടന്നു വരുമ്പോഴും മറക്കരുത്, എന്നെ കാണുന്ന ഒരു കരം ഇന്നും എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ ഈ പകൽ എൻ്റെ ദൈവത്തിന് സ്വപ്നം ചെയ്യുകയാണ്. വചനത്തിൽ നാം വായിച്ചല്ലോ, തന്റെ ദൂതന്മാരാൽ കാവൽ ചെയ്യുന്ന ഒരു നാഥന്റെ കരം നമുക്ക് ചുറ്റിനുമുണ്ട്. സാക്ഷ്യവും കേൾക്കാനിടയായി തീർന്നു. ആപത്തുകൾ വരാഞ്ഞിട്ടല്ല, അനർത്ഥങ്ങൾ വരാഞ്ഞിട്ടല്ല, ഒരുവന്റെ കണ്ണ് വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ഒരുവന്റെ കണ്ണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉള്ളതല്ലേ ഇന്ന് പകലും തകരാതിരിക്കുന്നത്. ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് ഇന്ന് പകൽ സ്വപ്നം ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവുമല്ല, വളരെ വിശുദ്ധവും ഏറ്റവും ധന്യമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. വേറൊരു സന്ദേശമായിട്ടാണ് ഞാൻ ഇവിടെ വന്നേ. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി എന്നോട് പറഞ്ഞു, അശുദ്ധിയിൽ നിന്ന് മാറി വിശുദ്ധമായൊരു ജീവിതത്തിലേക്ക് ഈ ദിവസങ്ങളിൽ സഭ അടുത്തു വരേണ്ട ഒരു കാലത്തിലേക്ക് അടുത്തു വരുമ്പോൾ വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇന്ന് പകൽ ദൈവത്തിന് സ്വപ്നം ചെയ്യുകയോ. പുറംബട്ട കാണിച്ചു ജീവിക്കുന്ന പലരുടെയും അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന ആ ശുദ്ധിയുടെ ആത്മാവിനെ ഇന്ന് പകൽ ആത്മാവിൽ പറ, ദൈവമേ, എന്റെ ജീവിതം എന്നെ ദൃഷ്ടി വെച്ച് ആലോചന പറയുന്ന എന്റെ നാഥൻ കാണുമ്പോൾ എന്റെ അകവും എന്റെ പുറവും വിശുദ്ധിയുള്ളതായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് എന്നെ കേൾക്കുന്നവർ. എന്തിനേറെ ഈ മൊബൈൽ പോലും എന്തായിരിക്കട്ടെ, വിശുദ്ധമുള്ളതായി മാറട്ടെ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. ഞാൻ പറയാറുണ്ട്, ഒരിക്കൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നോട് ചോദിച്ചു, നിന്റെ മൊബൈലിന്റെ അകത്ത് ബൈബിൾ ഉണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. ആ സമയം തന്നെ നീ വേണ്ടാത്ത പല വീഡിയോകൾ കാണാറുണ്ടോ? ഞാൻ പറഞ്ഞ് കോമഡികളൊക്കെ കാണാറുണ്ട്. എന്നോട് ദൈവാത്മാവിന്റെ പ്രാർത്ഥനാ മുറിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവവചനം മൊബൈലിന്റെ അകത്ത് അനാവശ്യമായത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ സൂക്ഷിച്ചോ, അതിന്റെ ആപത്ത് വലുതെന്ന് ഞാൻ ഇത് പറയാൻ നിന്നതല്ല. പക്ഷേ ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്നു. ആ ശുദ്ധികളെ വിട്ടുകൊണ്ട് വിശുദ്ധിയിലേക്ക് മടങ്ങി വരാ. ഈ പകൽ സഭയെ കുറിച്ച് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ആരാധനയുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല ആരാധനയുണ്ട്. അന്യഭാഷയുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല അന്യഭാഷയുണ്ട്. പക്ഷേ എവിടൊക്കെയോ ആ ശുദ്ധികൾ കയറിയിട്ട് ദൈവത്തിന്റെ വിശുദ്ധിക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം അവൻ ആത്മതലങ്ങൾ മാറുന്നെങ്കിൽ ഇന്ന് പകൽ ആട്ടിയറയിട്ട് ഞാൻ ആത്മാവി പറയുക, ഇതൊരു മടങ്ങി വരവിന്റെ പകലായി മാറട്ടെ. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്ന പകലായി മാറട്ടെ. അപ്പാ പിതാവേ എന്ന് വിളിച്ച് അവൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്ന് ഏത് സമയത്തും അപ്പന്റെ മുഖത്ത് നോക്കാ കൃപ ദൈവം തന്നെങ്കിൽ നിശ്ചയമായും മടങ്ങി വരൂ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്.
ഇന്ന് ഇത് പറയുന്നത് പലർക്കും എന്തല്ല, ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ എന്താണെന്നറിയത്തില്ല, എവിടെയൊക്കെ ചെന്നാലും പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുമ്പോൾ പറയാതിരിക്കാനും പറ്റത്തില്ലല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്വപ്നം ചെയ്യുക. ദൈവമക്കളെ, കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ സഭയല്ല പോകുന്നത്. ഞാൻ ആത്മാവിൽ കർത്താവ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ സഭയ്ക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു സഭയുണ്ട്. ഏതാണ് ആ സഭ? ഏത് സമയത്തും അരിമനാഥന്റെ വരവിനെ കാത്തുകൊണ്ട് അവങ്കലേക്ക് ദൃഷ്ടി പതിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി നിൽക്കുന്ന ചിലരെങ്കിലും ഇതിന്റെ അകത്തിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മനിയോഗത്തോട് പറയാ, എല്ലാവരും ഒന്നും പോകുമെന്ന് ചിന്തിക്കരുത്. ഇതിന്റെ അകത്ത് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അവനെ മാത്രമേ ദൈവം കൊണ്ടുപോകുകയുള്ളൂ എന്ന് ആത്മാവ് ചിലരോടൊക്കെ വ്യക്തമായി ഇന്ന് പകൽ ഇടപെടുകയോ. ജീസസ് നെയിം. ഞാൻ വയനാട്ടിലൊരു ശുശ്രൂഷയ്ക്ക് പോയ സമയത്ത് ഒരു 40 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ചിലരൊക്കെ വന്ന് ആരാധന മുടക്കി. അവൻ RSSകാര അവർ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ആരാധന ഇവിടെ നിർത്തണം. ഞങ്ങൾ ചോദിച്ചു എന്ത് പറ്റി? ഞങ്ങൾ ശബ്ദകോലാഹലങ്ങളോട് ഞങ്ങൾ പറഞ്ഞു വളരെ ശബ്ദം കുറച്ചൊക്കെ ഞങ്ങൾ ആരാധിച്ചു കൊള്ളാം. അവർ പറഞ്ഞു കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം അവർ പറഞ്ഞത് ഒരു രസകരമായ കാര്യമാണെങ്കിലും എന്നെ അത് ഒത്തിരി ചിന്തിപ്പിക്കാനിടയായി തീർന്നു. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ അവരോട് പറഞ്ഞു, അവൻ യേശു വരാറായി കേട്ടോ. ആമേൻ. അവൻ കർത്താവിനെ അറിയാത്തവർ ഇങ്ങോട്ട് പറയാ, ഞങ്ങൾക്ക് പറയാം യേശു വരാൻ സമയമായെന്ന്. ആരാ പറയുന്നേ? വിജാതീയരാവർ പറയുക, ഞങ്ങൾക്ക് പറയാം യേശു വരും. പക്ഷെ അവർ പറഞ്ഞൊരു അടുത്ത പദമത്രേ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതും കരയിച്ചതും. അവരിങ്ങനെ പറഞ്ഞത്, യേശു വരുമെന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷേ യേശു വന്നിട്ട് നിങ്ങൾ പോയില്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ ആരാണെന്ന്. മനസ്സിലായവരെ ഓർത്ത് ദൈവത്തിന് സ്വപ്നം ചെയ്യുക. അവർക്കും മനസ്സിലായി തുടങ്ങി ഈ കൂട്ടത്തിലുള്ള പലതും നിത്യതയുടെ കവാടത്തിൽ പോലും എത്താൻ അവർക്ക് കഴിയത്തില്ലെന്നുള്ളൊരു ഉറപ്പ് പലർക്കും മനസ്സിലായി തുടങ്ങി. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടുമ്പോൾ ആത്മനിയോഗത്തോടെ എത്ര പേർക്ക് ഉറച്ചു പറയാൻ കഴിയും, എന്നെ വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ ജനം അവൻ കൈവിടപ്പെട്ടു പോകാതെ ഞാനും ആ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്വപ്നം ചെയ്യുകയോ. അന്ത്യകാലത്തിന്റെ ഓരോ കാഹളങ്ങൾ ധ്വനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നിത്യതയുടെ കവാടത്തിലേക്ക് നമുക്ക് മുന്ന് നടന്നു കയറാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ അന്ത്യത്തിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെയൊക്കെ സഭാരാധനകളിൽ ആത്മസാന്നിധ്യത്തിന്റെ വലിയ യാഥാർത്ഥ്യ സത്യങ്ങളെ കാണാൻ കഴിയുമായിരുന്നു. ഇന്ന് നോക്കിക്കേ, പല ആരാധനകളും കുറഞ്ഞു തുടങ്ങി. അവൻ ഷോർട്ടാക്കി തുടങ്ങി. വിശ്വാസികളുടെ വിശ്വാസം കുറഞ്ഞു തുടങ്ങി. ആത്മാർത്ഥത കുറഞ്ഞു തുടങ്ങി. വിശുദ്ധി നഷ്ടപ്പെട്ടു തുടങ്ങി. ഇതൊരു അന്തിമ യുഗത്തിലേക്ക് പോകുമ്പോൾ ഈ സഭയോട് ഞാൻ ആത്മാവിൽ പറയാ, ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആത്മാവിൽ ചെവിയുള്ളവൻ ഇത് പകൽ കേൾക്കട്ടെ. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ഒരു നല്ല ദൈവം. ഞാനതൊന്നും അല്ല ചിന്തിച്ച, പക്ഷേ പരിശുദ്ധാത്മാവ് വേറെ നിലവാരങ്ങളിലേക്ക് ദൈവം ആത്മാവിനെ കൊണ്ടുപോകുന്നത് ഓർത്ത് ദൈവത്തിന് സ്വപ്നം ചെയ്യുക. എന്നെ കേൾക്കുന്ന ദൈവങ്ങളെ, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ഒരു നല്ല ദൈവം എനിക്കും നിങ്ങൾക്കുമുണ്ട്. പെട്ടെന്ന് ഞാൻ മുമ്പോട്ട് പോയി, എന്തിനാ ദൈവം ദൃഷ്ടി വെക്കുന്നേ? ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. മതി. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ സുപരിചിതമായ വാക്യമാണ്. അവിടെ വ്യക്തമായി പറയുന്നു, യോബ് എന്ന അനുഗ്രഹിക്കപ്പെട്ട ഭക്തനെ നോക്കി യഹോവയായ ദൈവം സാത്താനോട് ചോദിക്കുന്ന ചോദ്യം, എന്റെ ഭക്തനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വച്ചുവോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്തിനാണ് യഹോവയായ ദൈവം നമ്മുടെ മേൽ ദൃഷ്ടി വെക്കുന്നതെന്ന് അവൻ ഏത് വായിക്കുന്ന കൊച്ചു കുഞ്ഞിനും അവിടെ മനസ്സിലാക്കാൻ പറ്റും. യഹോവയുടെ ദൃഷ്ടി എൻ്റെ മേൽ പതിഞ്ഞിരിക്കുന്ന സമയം തന്നെ സാത്താന്റെ ദൃഷ്ടിയും ഓരോ ഭക്തന്മാരുടെ മേലും പതിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം ദൈവസഭ മറന്നു പോകരുത്.
ചിലർ ചിന്തിക്കുന്ന ഇങ്ങനൊന്നും ഇല്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട്, പൈശാചിക തലങ്ങൾ ഇല്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ചിലരൊക്കെ എന്നോട് ഡിസഗ്രിമെന്റ് ചെയ്യും. എന്നാലും പറയാ, എൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ഈ മേഖലകളോട് ഞാൻ എന്നും പോരാടുന്ന ഒരു വ്യക്തിയാ. ആമൻ. ആത്മതലങ്ങളിൽ ശുശ്രൂഷിക്കുന്ന ഒരു അഭിഷക്തൻ എന്ന നിലയ്ക്ക് പറയാ, തകരപ്പെട്ട കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ പണിഞ്ഞെടുക്കാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് സാത്താനില്ലെന്നും അവന്റെ തന്ത്രങ്ങളില്ലെന്നും പറയരുത്. പക്ഷേ ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയാ, യഹോവയുടെ ദൃഷ്ടി എന്തിനെന്റെ മേൽ വെക്കുന്നു? ഇരുട്ടിന്റെ ദൃഷ്ടി എന്റെ മേൽ ഇരിക്കുമ്പോൾ തന്നെ ആ ദൃഷ്ടിക്ക് എന്നെ തൊടാതെ വണ്ണം എന്നെ സൂക്ഷിക്കുന്ന ഒരു യഹോവയുടെ ദൃഷ്ടി എന്റെ മേൽ പതിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാനും എന്റെ കുടുംബവും യഹോവയ്ക്ക് വേണ്ടി നിൽക്കുന്നതെന്ന് ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്വപ്നം ചെയ്യുകയാണ്. നമ്മുടെ കഴിവ് വല്ലോ ആണോ ദൈവമക്കളെ നമ്മൾ ഇവിടെ ഇരിക്കുന്നേ? നമ്മുടെ മിടുക്ക് വല്ലോണോ ഇവിടെ ഇരിക്കുന്ന? അല്ലല്ല. യഹോവയുടെ ദൃഷ്ടി എൻ്റെ മേൽ വെച്ച് അവൻ പിശാചിന്റെ ദൃഷ്ടിയെ എടുത്തു മാറ്റി ആ മേഖലകളിലേക്ക് നമ്മെ നടത്തിയത് യഹോവയുടെ കൃപയാണെങ്കിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്വപ്നം ചെയ്യുകയാണ്. അനുഭവമുള്ള എത്ര ദൈവമക്കളുണ്ട് ദൈവമക്കളെ. കർത്താവിൻ്റെ നിയോഗത്തിൽ ഞാൻ പറയാ, എൻ്റെ ഒരു കൊച്ചനുഭവം ഞാൻ പറയാ. ഫിലദൽഫിയ ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നവാപൂർ കൺവെൻഷൻ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷൻ ഉണ്ട്. നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺവെൻഷനാ. അവിടേക്ക് ഞങ്ങൾ പോകുന്ന സമയത്ത് ഞാനൊരു ജീപ്പ് ഓടിച്ചാണ് പോകുന്നത്. ഏകദേശം 9 സ്റ്റുഡൻസിനെയും കൊണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൂററ്റ് ഹൈവേയിൽ അവൻ നന്നായി നല്ല സ്പീഡിൽ ഏകദേശം 100-120 സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പിന്നലെ എന്ന പോലെ ഓർമ്മയുണ്ട്, ഉറങ്ങിപ്പോയ ഒരു സമയം. ഏകദേശം 20 മിനിറ്റകത്ത് ഉറങ്ങിയതായിട്ടാണ് എൻ്റെ കൂടെയുള്ളവരും എന്നോട് പറഞ്ഞത്. നന്നായി ഉറങ്ങി, കാരണം സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഒന്നും നോക്കണ്ട, ചവിട്ടി വിട്ടാൽ മതി. നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം അവൻ ഉറങ്ങി ചാടി എഴുന്നേറ്റപ്പോൾ ഞാൻ കാണുന്നൊരു യാഥാർത്ഥ്യം എന്താണെന്നറിയോ? എൻ്റെ സ്റ്റിയറിംഗിൽ, ഞാൻ പിടിച്ചിരിക്കുന്ന സ്റ്റിയറിംഗിൽ തന്നെ എൻ്റെ കരങ്ങൾ ഇരിക്കുന്നുണ്ട്. എൻ്റെ 2 കരങ്ങൾക്ക് തൊട്ടപ്പുറത്തും 2 പ്രകാശം ഡോട്ട് പോലെ വന്ന് കിടക്കുകയാ. അടുത്തിരിക്കുന്നവരൊക്കെ ചോദിച്ചു, എന്താണിത്? വെള്ളപ്പാണ്ട് വല്ലതും വീണതാണോ? ഞാൻ പറഞ്ഞു, വെള്ളപ്പാണ്ട് വീണതൊന്നുമല്ല. ഒരു നാഥന്റെ കരം എൻ്റെ കരത്തോട് വന്ന് പിടിച്ച് അത്രത്തോളം നടത്തിയെങ്കിൽ ഞാൻ ആത്മനിയോഗത്തോടെ പറയാ, ദൃഷ്ടി വെച്ചാലോചന പറഞ്ഞു തരുന്ന ദൈവം പിശാചിന്റെ ദൃഷ്ടി എൻ്റെ മേൽ ഭവിക്കാതെ വണ്ണം, നിങ്ങളുടെ മേൽ ഭവിക്കാതെ വണ്ണം നടത്തിയൊരു നാഥൻ എനിക്കുണ്ടെന്ന് ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്വപ്നം ചെയ്യുകയോ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഏത് സമയത്തും ഉണ്ടല്ലോ ഇത് പിശാച് ആഗ്രഹിക്കുന്നത് എന്താ? ഭക്തിയോടെ നിൽക്കുന്നവനെ തകർത്ത് കളയുക, വിശ്വസ്തയോടെ നിൽക്കുന്നവനെ ഇടിച്ചു കളയുക. പക്ഷെ ഇന്ന് പകൽ ആത്മാവിൽ പറയാൻ ധൈര്യമുള്ളവർ പറയട്ടെ, പിശാച് നീ എന്തൊക്കെ പദ്ധതികൾ ഒരുക്കിയാലും ഒരുവന്റെ ദൃഷ്ടി എൻ്റെ മേൽ ഇരിക്കുന്നിടത്തോളം കാലം അവന്റെ ഒരു തന്ത്രങ്ങൾക്കും ഒന്നും എന്നെ ചെയ്യാൻ കഴിയത്തില്ലെന്ന് ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്വപ്നം ചെയ്യുക. ഇന്ന് പകൽ ആത്മാവിൽ ആരാധിക്കാൻ കൊതിയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്വപ്നം ചെയ്യുക. എനിക്ക് ആരാധിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, എന്നൊക്കെയോ തകരപ്പെട്ടു പോകേണ്ടവനാ. പക്ഷെ ഇന്നിവിടെ നിൽക്കുന്നതിന്റെ പുറകിൽ ഒരുവന്റെ ദൃഷ്ടി എന്റെ മേൽ അവൻ വെച്ചതാ. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്വപ്നം ചെയ്യുകയോ. എത്ര കുടുംബങ്ങളാണെന്നറിയോ തകർന്നുകൊണ്ടിരിക്കുന്നത്? എത്ര കുടുംബങ്ങളാണെന്നറിയോ ഇരുട്ടിന്റെ ആധിപത്യത്തിലേക്ക് പോയി അനങ്ങാൻ പോലും കഴിയാതെ വണ്ണം ഒതുങ്ങിക്കൊണ്ടിരിക്കുമ്പോ എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങളെ ദൈവം രക്ഷിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് മുമ്പിൽ സ്വപ്നം ചെയ്യുകയോ. എത്ര തലമുറകളാം നശിച്ചുകൊണ്ടിരിക്കുന്നത്? പലവിധമായ മാരകമായ ലഹരിക്ക് അടിമത്തത്തിലേക്ക് പോകുമ്പോൾ അവൻ ദുഷ്ടന്റെ ദൃഷ്ടി തട്ടാതെ വണ്ണം നമ്മുടെ തലമുറകളെ സൂക്ഷിച്ചൊരു ദൈവം നമുക്കില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചൊരു ദൈവം നമുക്കില്ലേ? ഉറപ്പുള്ള എത്ര ദൈവമക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഒരുവന്റെ ദൃഷ്ടി എൻ്റെ മേലുള്ളത് കൊണ്ട്. ദൃഷ്ടി വെച്ചാലോചന പറഞ്ഞു തരുന്ന ഒരു നല്ല ദൈവം എനിക്കുള്ളതോർത്ത് ഞാൻ ദൈവത്തിന് സ്വപ്നം ചെയ്യുകയാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഈ ദൈവം എനിക്ക് ദൃഷ്ടി വെച്ചാലോചന പറഞ്ഞു തന്ന് ഞാൻ നടക്കേണ്ടുന്ന വഴിയിൽ എന്നെ നടത്തുന്ന ഒരു ദൈവമാണെന്ന്? ദൈവം സംസാരിക്കുന്ന ദൈവമാകട്ടോ. ദൃഷ്ടി വെച്ച് എന്തോ പറഞ്ഞു തരും? ആലോചനയെ അറിയിക്കുന്ന ദൈവം. ഞാൻ ഇന്നലെ എന്ന പോലെ ഓർക്കുകയാണ് ദൈവമക്കളെ. ഞാൻ നിലമ്പൂർ സ്വദേശിയാണ് കേട്ടോ, മലപ്പുറംകാരനാ ഞാൻ.
ഇന്ത്യൻ നേവി ത്രൂ പോളണ്ടിലേക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയൊക്കെ കിട്ടി. അവൻ ഒരു 3 ദിവസത്തിന് ശേഷം അവൻ ഷിപ്പിലേക്ക് കയറാൻ വേണ്ടി ഒരു പ്രാർത്ഥനാ മുറിയിൽ അവൻ എൻ്റെ വിസയും എൻ്റെ പാസ്പോർട്ടും ഒക്കെ ആയി പോയൊരു മനുഷ്യനാണ് ഞാൻ. അവിടെ ചെന്നപ്പോൾ പാസ്റ്റർ ജോമോൻ കോട്ടൂർ വയനാട് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവവൃക്ഷം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മുട്ടുകുത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് ആ ദൈവദാസനോട് പറഞ്ഞൊരു ആലോചനയുണ്ട്. കുഞ്ഞേ, നീ ആമൻ കപ്പലിൽ യാത്ര ചെയ്യേണ്ടവനല്ല, എൻ്റെ നാമവുമായി രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പോകേണ്ട ദൃഷ്ടി വെച്ചാലോചന അന്ന് കേട്ട ഞാൻ അന്നവിടെ വിസ വലിച്ചു കീറി ഈ നാമം എടുത്തിറങ്ങിയതാ. ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയാ, യഹോവയുടെ ശബ്ദം കേട്ടാണ് നിങ്ങൾ ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നതെങ്കിൽ അന്ത്യം വരെ കാക്കാൻ കഴിവുള്ളൊരു നാഥനുണ്ടെന്ന് ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്വപ്നം ചെയ്യുകയോ. ദൈവശബ്ദം കേൾക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ദൈവമക്കൾ നമ്മളിതൊക്കെ പറയുന്ന ഇട്ടി വെച്ച ആലോചനയൊക്കെ ദൈവം പറഞ്ഞു തരും. പക്ഷേ നാം ദൈവശബ്ദം കേൾക്കുന്നവരാണോ എന്ന് ഇന്ന് പകരം നമുക്ക് നമ്മെ എത്ര ഒന്ന് ചിന്തിക്കാം. ദൈവമക്കളെ, പലരും ആരാധനയ്ക്ക് കടന്നു വരുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, അന്യഭാഷയും പറയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, വീട്ടിൽ പോകുന്നുണ്ട്, അതുപോലെ അടുത്ത ആഴ്ചയും വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ദൈവമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ ഒരു സഹോദരൻ ഒരു സഹോദരി സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് ഇടപെടുന്ന എത്ര ദൈവമക്കൾ എന്നെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്വപ്നം ചെയ്യുകയാ. ആത്മാവിൽ ഞാൻ ദൂതായിട്ട് വിളിച്ചു പറയാ, ഈ ദിവസങ്ങളിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവീൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? കർത്താവേ, ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രാർത്ഥനാ മുറികളിൽ അങ്ങനോടൊന്ന് സംസാരിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ, അങ്ങയുടെ ശബ്ദം കേൾക്കുന്ന ദിനരാത്രങ്ങളാക്കി എൻ്റെ ജീവിതത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് ഇന്ന് പകൽ സ്വപ്നം ചെയ്യുകയാ. ദൈവശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ദൈവമക്കളെ, ആ ഒരു ലൈനിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് അവിടുന്ന് പുറകോട്ട് പോകാൻ തോന്നത്തില്ല. ദൈവമക്കളെ, അതാ പൗലോസ് ഒരിക്കൽ പറഞ്ഞത്, കട്ടതയോ പട്ടിണി ഭദ്രം നഗ്നതയോ ഇവ എന്തൊക്കെ വന്നാലും ക്രിസ്തേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റാൻ ആർക്കും കഴിയത്തില്ല. ഇങ്ങനെ ആലോചന പറഞ്ഞു തരുന്ന ഒരു നല്ല ദൈവം എനിക്കുള്ളതോർത്ത് ഞാൻ ഇന്ന് പകൽ ദൈവത്തിന് സ്വപ്നം ചെയ്യുകയാണ്. ഞാൻ സൗദി അറേബ്യയിലായിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു ദിവസം എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ സഭാ ഹാളിലേക്ക് നടന്നു വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് കപ്പ് ചായ ഇങ്ങനെ കുടിച്ചാൽ വരുന്നത്. നമ്മളൊക്കെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെയൊക്കെ ചെയ്യുന്ന കാര്യം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും, നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അതെടുത്ത് എവിടോട്ടാണെന്നൊന്നും അറിയത്തില്ല, നമ്മൾ ഇത് എടുത്തെറിയും. പക്ഷേ അവിടെ അങ്ങനെ എടുത്തെറിയുന്ന പലരെയും ഞാൻ അവിടെ എടുത്തെറിഞ്ഞാൽ വിവരം അറിയും, എന്നാൽ ചില സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എടുത്തെറിയുന്നുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ സ്റ്റെപ്പ് കയറാൻ വേണ്ടി ഇങ്ങനെ വരുന്ന സമയത്ത് അനേക ക്ലാസ്സുകൾ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു. ഞാനും എന്ത് ചെയ്തെന്നറിയോ, ക്ലാസ്സുകൾ ഏകദേശം അവിടെ കിടക്കുന്നുണ്ടല്ലോ, ഞാനും എടുത്ത ആ ക്ലാസ് എടുത്ത് അവിടേക്ക് എറിഞ്ഞു. അതിനുശേഷം 4ാം നില വരെ എത്ര ലിഫ്റ്റ് കേടായിപ്പോയി. ഞാൻ 4ാം നിലയിലേക്ക് നടന്നെടുക്കുമ്പോൾ 4ാം നിലയിലേക്ക് ചെല്ലുമ്പോഴും ഒരുവൻ എന്നോട് ഇങ്ങനെ സംസാരിക്കുക, നീ ചെയ്തത് തെറ്റാ, ഒരു ദൈവദാസൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, അതെവിടെ കമ്പോസ്റ്റ് ചെയ്യണം, അവിടെ മാത്രമേ അത് ചെയ്യാവൂ. അവൻ ഓടിപ്പിടിച്ച് ഞാൻ താഴെ വന്നു, അതെടുത്തുകൊണ്ട് പോയി എൻ്റെ റൂമിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന എവിടെ അതിടണോ അതവിടെ ഇട്ടപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, ദൃഷ്ടി വെച്ച് നടക്കുമ്പോൾ പോലും നമ്മോട് ആലോചന അറിയിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുള്ളതോർത്ത് ഞാൻ ദൈവത്തിന് സ്വപ്നം ചെയ്യുക. എത്ര പേർക്ക് ഈ ഒരു ബന്ധം ആവശ്യമാണ്? ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ഒരു ഫ്രണ്ടിനോട് പോലെ എന്നോടും ഒന്ന് സംസാരിക്കണമേ എന്ന് ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്വപ്നം ചെയ്യുകയാ. ഇന്ന് സത്യം പറയാൻ ദൈവമക്കളെ, ഒത്തിരി പേരോടൊന്നും ആരും സംസാരിക്കുന്നില്ല. ദൈവം സംസാരിക്കുന്നില്ല. ആണോ? അല്ലേ? ആണെന്നേ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ആത്മാവി ചോദിക്കാം, നിങ്ങളോട് ദൈവം സംസാരിക്കുന്നുണ്ടോ? ദൈവദാസൻ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നുണ്ട്. അല്ല, നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിൽ ഈ തമ്പുരാന്റെ ശബ്ദത്തെ മുഖാമുഖമായി ശ്രവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്വപ്നം ചെയ്യ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥന ഒന്നുകൂടെ ഒന്ന് കൂട്ടിക്കൊണ്ട് ആഴമായ ഒരു ആത്മസാന്നിധ്യത്തിലേക്ക് വാ. ദൈവം വ്യക്തമായി ചില കാര്യങ്ങളെ വെളിപ്പെടുത്തുന്ന നിയോഗങ്ങളിലേക്ക് വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. പ്രിയ മോളോട് ശക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രാർത്ഥനാ മുറിയിൽ നീ ഇരിക്കുമ്പോൾ ദേശത്ത് നടക്കാൻ പോകുന്ന അനർത്ഥങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തന്ന്, സഭയ്ക്കകത്ത് നടക്കാൻ പോകുന്ന മേഖലകളെ വെളിപ്പെടുത്തി തന്ന് നിന്നോട് ഞാൻ ആഭ്യർത്ഥമായി ഇടപെടുമെന്ന് ഈ പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ നീ അധൈര്യപ്പെട്ടു പോകരുത്, നീ ഭാരപ്പെട്ടു പോകരുത്. എന്റെ കരമാ നിന്നെ വിളിച്ച് ഇറക്കിയതെങ്കിൽ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സ്
മനസ്സലിയുന്ന നാഥന്റെ കരം ഈ പ്രാർത്ഥനാ മുറികളിൽ നിനക്ക് വേണ്ടി ചലിക്കുന്നത് ഈ പകൽ ആത്മാവെന്നെ വ്യക്തമായി കാണിക്കുകയാ. പ്രാർത്ഥിക്ക് ദിവസങ്ങളിൽ ശക്തമായി ആത്മാവ് ഇടപെടുന്ന ചില മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകട്ടെ. അനേക കുഞ്ഞുങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ഒരു വിളി നിന്റെ മേൽ കിടക്കുമ്പോൾ അധൈര്യപ്പെടരുത്. ആത്മാവെന്നെ കാണിക്കുന്നു, ഞാൻ മൈക്ക് പിടിച്ച് നിൽക്കുന്നത് പോലെ അനേക രാജ്യങ്ങളിൽ എന്റെ നാമം ഉയർത്തുവാൻ ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി മകളെ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് യഹോവയുടെ അരുളപ്പാട് നിന്നോട് അറിയിക്കുക. യേശുവിന്റെ നാമത്തിൽ അവയുടെ ദൃഷ്ടി അങ്ങോട്ട് വന്നാലുണ്ടല്ലോ, നമ്മൾ അറിയാത്ത മേഖലകളിലേക്ക് ദൈവം നമ്മെ നടത്തുവാൻ ഇടയായി തീരും. വീണ്ടും പരിശുദ്ധാത്മ പറയുന്നു, ഞാൻ ആത്മാവിൽ കാണുന്ന ചില കപ്പൽ യാത്രകളിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകുമ്പോൾ നിനക്കൊരു പക്ഷേ അത് വിശ്വസിക്കാൻ അസാധാരണമായിരിക്കാം. പക്ഷെ എഴുതിയിട്ടോ അവൻ ആത്മാവ് വ്യക്തമായി ഇടപെടുകയാ. ചില മേഖലകൾ നിനക്ക് വേണ്ടി തുറന്നുകൊണ്ട് നിന്റെ വാതിലുകളെ അടയ്ക്കാൻ അത് അപകടങ്ങളിലൂടെ പിശാചൊരുക്കിയാലും നടക്കില്ല. ഒരുവന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. ഒരു മിനിറ്റ് എല്ലാ ദൈവമക്കളും ദൈവത്തെ സ്തുതിച്ച് കർത്താവിന്റെ പ്രവൃത്തി ചില കുടുംബങ്ങൾക്കകത്തുനിന്ന് പകൽ വ്യാപരിക്കട്ടെ. ചില പൈശാചിക മേഖലകൾ കുടുംബങ്ങളിൽ നിന്ന് ആഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ ആഴിയട്ടെന്ന് പകൽ. തലമുറകളെ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആഴിയട്ടെ. ഈ വാഗ്ദത്തങ്ങളൊക്കെ കേൾക്കുമ്പോൾ സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരുവനിലേക്ക് വന്നു കഴിയുമ്പോൾ അസാധാരണമായ മേഖലയിലേക്ക് ദൈവം നടത്തും. പണ്ടൊക്കെ ഞാൻ വിശ്വസിച്ചു, വരുന്നവരൊക്കെ പറയും രാജ്യങ്ങൾ എന്തിനെ അയക്കും, എനിക്കെന്തോ രാജ്യം. അന്ന് അഡ്രസ്സ് എൻ്റെ സാക്ഷ്യമൊക്കെ വളരെ വ്യത്യസ്തമായ സാക്ഷ്യം കേട്ടോ. സകലരും പരാജയപ്പെട്ട് കുടുംബം പോലും 4 വർഷം കാണാൻ പറ്റാതെ ജീവിച്ചൊരു മനുഷ്യനാ ഞാൻ. സ്വന്തം അഡ്രസ്സ് പോലും ഇല്ലാതെ അവൻ ജീവിച്ചൊരു മനുഷ്യനാ ഞാൻ. അന്ന് കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, രാജ്യത്തിൻ്റെ പടവുകൾ ഞാൻ കയറ്റും. ഇന്നതെനിക്ക് ഉറപ്പാ. രാജ്യങ്ങളിൽ ദൈവം എന്നെ അയക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ആട്ടിയറവിട്ട് പറയാ, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനത്രേ, അവൻ നിവർത്തിപ്പാൻ ശക്തനായ ദൈവമാ. ദൈവത്തിന്റെ വഴികളൊന്നും നമ്മുടെ വഴികളുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടതായിരിക്കാം. ഒരിക്കൽ കൂടെ ആത്മാവിലേക്ക് തരുന്നുണ്ട് എടുത്തു പറയുക. ഛത്തീസ്ഗഡിൽ സൂക്ഷിക്കുന്ന ശക്തനായ പഴയകാല ഒരു അഭിഷക്തനുണ്ട്. അന്നത്തെ സമയത്ത് അവൻ കർത്താവിന് വേണ്ടി സകലതും വിട്ടുകൊണ്ട് വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ഒരു മനുഷ്യൻ. ഞാനിത് പറയുമ്പോൾ ചിലർക്ക് വേണ്ടിയുള്ള വാതിലുകൾ ദൈവം ഇന്ന് പകൽ തുറന്നു തരാനിടയായിത്തീരും. അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തിനാണെന്നറിയോ? അവൻ അവരുടെ കുഞ്ഞിന് പഠിക്കണം, എക്സാം ഫീസ് അടയ്ക്കാൻ. അന്നത്തെ കാലത്ത് 100 രൂപ മതി. പക്ഷെ 100 രൂപ എടുക്കാൻ ഇല്ലാത്ത ദൈവസനാസിന് ഒരു കാര്യം അറിയാം, ഞങ്ങൾ മുട്ടുമടക്കുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്നുള്ള ഒരാഴമായ ഉറപ്പ്. അവർ പറഞ്ഞു, കുഞ്ഞേ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല കേട്ടോ, പക്ഷെ ഒരു കാര്യം അറിയാം, ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. യൂട്യൂബിലൊക്കെ ആ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 4 പേർ കൂടെ കരത്തോട് കരം കോർത്തിരുന്ന് 100 രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ. അന്നത്തെ കാലത്ത് 100 രൂപയാണല്ലോ, ഇന്നത്തെ പല ലക്ഷങ്ങളാകാൻ സാധ്യതയുണ്ട്. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം കേട്ട സാക്ഷ്യങ്ങൾ എങ്ങനെയാണെന്നറിയോ? അവൻ ഒരുപക്ഷെ ചിലർ വന്ന് ഡോറ് മുട്ടും, ചിലർ ചിലപ്പോൾ അവൻ പൈസ അയച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള സാക്ഷ്യമല്ലേ നാം കേട്ടിട്ടുള്ളൂ. ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സമയം മുതൽ തന്നെ ഒരു എലിയുണ്ട് ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. ഇവരുടെ പ്രാർത്ഥനയ്ക്ക് അത് അലക്ഷ്യമായി തോന്നി. പക്ഷെ എങ്കിലും അവിടേക്ക് നോക്കാതെ കർത്താവിങ്കലേക്ക് നോക്കി ഇവർ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏകദേശം 1 മണിക്കൂറിന്റെ അടുത്ത് ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ 4 പേർ വട്ടത്തിലിരുന്ന് കരത്തോട് കരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നേരെ മുകളിൽ ഈ എലി വന്ന് നിൽക്കുകയാ. ഇവർക്കിത് കാണാൻ കഴിയുന്നുണ്ട്. ഇവർ നോക്കുമ്പോൾ ഉണ്ട് എലിയുടെ ചുണ്ടിൽ എന്തോ ഒരു പേപ്പർ കഷ്ണം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പേപ്പർ കഷ്ണം ആ വലയത്തിന്റെ അകത്തേക്ക് വന്ന് വീഴുകയാ. അവരന്തം വിട്ടുപോയി. എന്താണെന്നറിയോ? 100 രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു എലി അത്
കൊണ്ടവരുടെ പ്രാർത്ഥനാ മുറിയിൽ അവർ പ്രാർത്ഥിക്കുന്നതിന്റെ നടുക്കിട്ടെങ്കിൽ ഇത് നടന്ന സംഭവമാ. ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയാ, ദൈവത്തിന്റെ വഴികൾ ഇന്നതെന്ന് നമുക്കറിയത്തില്ല. നാം കാണാത്ത വഴികളെ തുറക്കുന്നൊരു ദൈവം എനിക്കും നിങ്ങൾക്കും ഉണ്ടെന്ന് ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്വപ്നം ചെയ്യുകയാ. വഴി തുറക്കുന്ന ദൈവം ഇന്ന് പകൽ ചില കുടുംബങ്ങൾക്ക് വേണ്ടി അസാധാരണമായ വഴി, നീ കാണാത്ത ചില വഴികൾ എന്റെ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്ന പകലാണിത്. അടഞ്ഞുപോയ വഴികൾ ഈ പകൽ യേശുവിന്റെ നാമത്തിൽ അത് തുറന്നു വരട്ടെ. പ്രാപിക്ക് ആത്മാവിലൊന്ന് സ്വീകരിക്കതിരെ, ആത്മാവിലൊന്ന് സ്വീകരിക്ക. ആത്മാവിൽ ആരാധിക്കുമ്പോൾ അടഞ്ഞ വഴികളെ ദൈവം തുറക്കും, അടഞ്ഞ വഴികളെ ദൈവം തുറക്കും. ബന്ധനകൾ ദൈവം അഴിക്കും, രോഗത്തിന്റെ കെട്ടുകൾ അഴിക്കും. ഓൺലൈനിലൊക്കെ വലിയ വിടുതലുകൾ ദൈവം ചെയ്യുകയാ. ഒരു മിനിറ്റ് കൂടെ ആത്മാവിലൊന്ന് ദൈവത്തെ സ്തുതിച്ച് ഇന്ന് പകൽ ഈ ആരാധന നടക്കുമ്പോൾ ചില കുടുംബങ്ങൾക്കകത്ത് ആത്മാവിനോട് പറയുന്നു, ചില ബന്ധനങ്ങളെ പരിശുദ്ധാത്മാവ് അഴിക്കുക. ചില ബന്ധനങ്ങളെ നാളുകളായി കെട്ടിയ ചില കെട്ടുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അതിനെ അഴിക്കുകയാ. അഭിഷേകത്തിന്റെ പകർച്ച മുട്ടോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരാത്മനദിയുടെ അനുഭവം ഈ പകൽ ഈ ഹോളിന്റെ അകത്ത് സംഭവിക്കട്ടെ. ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്വപ്നം ചെയ്യുകയോ. ചില മേഖലകൾ യേശുവിന്റെ നാമത്തിൽ ജനത്തിന്റെ മേൽ ഞാൻ തുറന്നു വിടുകയാ. ഉയർച്ചയെ ബന്ധിക്കുന്ന മേഖലകൾ യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ആഴിയട്ടെ. എനിക്ക് തന്നിരിക്കുന്ന സമയത്തിലേക്ക് ഞാൻ കടക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പറയാൻ ദൈവമക്കളെ, ദുഷ്ടൻ ചില കുടുംബങ്ങൾക്കകത്ത് ദൃഷ്ടി വെച്ചിരിക്കുമ്പോൾ കുടുംബം വളരത്തില്ല, വളർച്ച ഭവിക്കത്തില്ല, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. കണ്ടിട്ടില്ലേ, ചിലർ ആരാധിക്കുന്നവർ കരവും അടിക്കത്തില്ല. അമ്മേ, ഞാൻ ആത്മാവിൽ പറയാ, ബന്ധിച്ച മേഖലകളിൽ നിന്നും മാറി ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്വപ്നം ചെയ്യുകയാണ്. ആരാധിക്കണം ശക്തമായിട്ട്. ഞാൻ ഇതൊന്നും പറയുന്നില്ല, പക്ഷേ ആത്മാവിൽ പറയാം, ആത്മാവിൽ ആരാധിച്ചോണം. കൈകളെ തട്ടി ആത്മാവിലൊന്ന് ആരാധിച്ചു നോക്കിക്കേ. ആത്മാവിന്റെ ശക്തിയെ വ്യക്തമായി ജീവിതത്തിൽ കാണാൻ. ഞാനൊക്കെ ദൈവമക്കളെ കൈയടിച്ച് ആരാധിച്ച് ചോര പൊട്ടിയിട്ടുണ്ട് എൻ്റെ ഈ കൈകളിൽ നിന്നൊക്കെ. ഞാൻ കള്ളം പറയുകയല്ല, ഞാൻ ആത്മാവിൽ പറയുക. അതുപോലെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ പറയാ, ഇരുട്ടിന്റെ ദൃഷ്ടി അല്ല, യഹോവയുടെ ദൃഷ്ടി അവൻ വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരാനുണ്ട്. ഉറപ്പുള്ള ദൈവമക്കളുണ്ട്. ഈ ആരാധന ഇവിടെ നടക്കുമ്പോൾ ഈ പട്ടണത്തെ വ്യാപരിക്കുന്ന ഏത് പൈശാചിക മേഖലയാണെങ്കിലും അതിനെ പിടിച്ചു കെട്ടുന്ന ഒരു അഭിഷേകം എന്റെ മേലുണ്ടെന്ന് ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്വപ്നം ചെയ്യുകയാണ്. നന്നായിട്ട് ആരാധിച്ചോണം. ഞങ്ങളുടെ നാട്ടില് ഈ അറബി മന്ത്രം ചെയ്യുന്നവരുണ്ട്, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാതിരിക്കാം. ഒരു പ്രാവശ്യം ഒരു മുസ്ലിയാർ വന്ന് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാ, നിങ്ങൾ എന്താ ഈ കൈകൊട്ടി ആരാധിക്കുമ്പോൾ
അദ്ദേഹം എന്ന് പറയും ഏകദേശം 3-4 ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങൾ ഈ മന്ത്രവും തന്ത്രവും ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ എന്തോ ഒരു ജയം പറയുമ്പോഴത്തേക്കും ഈ ഒറ്റ സെക്കൻഡ് കൂടി ഇത് എന്തായി പോവുക, ഇതെല്ലാം പൊട്ടിപ്പോവുക. അപ്പം ഞങ്ങൾ പറഞ്ഞു മറ്റൊന്നുമല്ല, എന്തോ ജയമല്ല, യേശുവിൻ്റെ രക്തം ജയം. ആരാധനയ്ക്കകത്ത് എന്തുണ്ട്? വിടുതലുണ്ടെന്നാണ് ഞാൻ ആത്മാവി പറഞ്ഞു വരുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, ഇത് ചുമ്മാതൊന്നും പറയല്ല. ഇവിടെ ആരാധന നടക്കുമ്പോൾ ഒരുപക്ഷെ ഇന്നലകളിലായിരിക്കാം, വരും ദിവസങ്ങളിലായിരിക്കാം, ബന്ധിക്കാൻ പിശാച് പദ്ധതി ഇടുമ്പോൾ അതിനെ പൊട്ടിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി എൻ്റെ മേലും നിങ്ങളുടെ മേലും ഉണ്ടെന്ന് ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്വപ്നം ചെയ്യുക. സഹോദരി സഹോദര, ഈ ഹോളിൻ്റെ അകത്തിരിക്കുമ്പോൾ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന അഭിഷേകത്തിന്റെ വില എന്താണെന്ന്. പക്ഷേ അത് അധികാരത്തോടെ പ്രാപിച്ച് ചില കുടുംബങ്ങൾക്കകത്ത് കയറുമ്പോൾ ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്നത്, ചില വ്യക്തികൾ അവൻ മാനസാന്തരത്തിലേക്ക് വരുവാൻ ദൈവം കാര്യഗതികളിലേക്ക് ദൈവം കൊണ്ടുവരുന്നത്. എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുമ്പോൾ ഒറ്റ വാക്യം കൂടെ പറഞ്ഞിരിപ്പാൻ ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 11-ാം വാക്യം കൂടെ വായിച്ചിരിപ്പാൻ ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. വായിച്ചാട്ടെ. ആവർത്തനം 11-ാം അധ്യായം വാക്യം, ഡ്യൂട്രോണമി. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി എന്തിനു മേലിരിക്കുന്നു? അവരായിരിക്കുന്ന സ്ഥലത്തിരിക്കുക. ഞാൻ ആത്മാവിലൊരു കാര്യം പറയാം, ഇതൊക്കെ ഒത്തിരി പറയാനുണ്ട്. പക്ഷേ ചുരുക്കിയ ഞാൻ ഇന്ന് പകൽ ഈ ആത്മദൂതിന് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നേ. നമ്മായിരിക്കുന്ന പട്ടണം പോലും സുരക്ഷിതമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? തൻ്റെ ഭക്തൻ ആ ദേശത്തായിരിക്കുന്നത് കൊണ്ട്. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി എവിടെ ഇരിക്കുന്നു? ആ ദേശത്തിൻ്റെ മേലിരിക്കുക. കേൾക്കുന്ന ദൈവമക്കളെ, ഒരു നീതിമാൻ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ ദേശത്തെ തകർക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചൊരു മനുഷ്യവാ. ചില സ്ഥലത്തൊക്കെ വരുന്ന ചില മേഖലകൾ വരുന്ന കാറ്റും കോലും കണ്ട് ഞാൻ അന്ധം വിട്ടിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറയും ഇല്ലില്ല, ദേശത്തെ തകർക്കത്തില്ല. കാരണം ഒരു ഭക്തൻ അവിടെ കാലുകുത്തിയിരിക്കുന്ന നിമിത്തം തകരാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ആത്മനിയോഗത്തോടെ ഞാൻ ഈ മെസ്സേജ് ഇവിടെ അന്ത്യം കുറിക്കുമ്പോൾ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞൊരു നല്ല ദൈവം നമുക്കുണ്ട്. പിശാചിന്റെ ഒരു ദൃഷ്ടിയും നമ്മുടെ വരാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. വെച്ചവൻ ആലോചന പറഞ്ഞു തന്ന് നമ്മുടെ ദേശത്തെ പോലും സൂക്ഷിച്ച് നമ്മെ പരിപാലിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ആരാധന കുറഞ്ഞു പോകരുത് കേട്ടോ ദൈവമക്കളെ. കരങ്ങളെ തട്ടി ആത്മാവി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസങ്ങളിൽ എൻ്റെ തൊണ്ടയൊക്കെ ഒന്ന് ഇടറിയതുകൊണ്ട് ഞാൻ നിർത്തുന്നേ. അല്ലെങ്കിൽ ആമേൻ ഇങ്ങനെ പോകും മണിക്കൂറുകൾ കർത്താവിൻ്റെ വചനം സൂക്ഷിച്ചുകൊണ്ടിരിക്കുമെങ്കിലും കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്വപ്നം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവദാസനോടും കുടുംബത്തോടും അവൻ സകലരോടും യേശുവിൻ്റെ നാമത്തിൽ അവൻ സ്നേഹവും വന്ദനവും അറിയിക്കുന്ന വചനങ്ങൾ ആ ദൈവങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ കർത്താവ് ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ചില ദൈവദാസന്മാരുണ്ട്, ഏത് സമയത്തും അവർ പഠിക്കാനൊന്നും അത്രയും സ്മാർട്ട് അല്ലെങ്കിലും ബട്ട് പാസ്റ്റർ അലോഷ്യസ് കമ്പാരിറ്റീവ്ലി ഓക്കെ എങ്കിലും ഞാൻ പറയുക, പഠിക്കാനൊന്നും അത്രയും സ്മാർട്ട് അല്ലാത്ത ദൈവദാസന്മാരും എപ്പോഴും പ്രാർത്ഥനാ മുറിയിൽ സമയം ചിലവഴിക്കുന്ന ദൈവദാസന്മാരുണ്ട്. 10-12 വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ദൈവം അത് തെളിയിച്ച കാര്യമാണ്. അന്ന് 10-12 വർഷത്തിന് മുമ്പെയൊക്കെ ആരൊക്കെ പ്രാർത്ഥനാ മുറിയിൽ രാത്രികളെ പകലാക്കി കിടന്നുറങ്ങി പ്രാർത്ഥിച്ചോ, കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചോ, കരഞ്ഞ് പ്രാർത്ഥിച്ചോ, അവരെയൊക്കെ ദൈവം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. പ്രൈസ് ലോർഡ്. അത് എനിക്കത്രയും അഭിമാനത്തോടെ പറയുവാൻ കഴിയും. ഞാൻ ദേവദാസൻ പറഞ്ഞപ്പോൾ ഞാൻ പറയുക, ഞാനൊക്കെ പ്രാർത്ഥനയിൽ അത്രയും ദേവദാസൻ്റെ മുമ്പിൽ പാപ്പരത്വമുള്ള വ്യക്തിയാണ്. കാരണം അന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥിച്ച് അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പല ദിവസവും. പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് പ്രെയറിന് അവിടെ നിന്ന് എണീറ്റ് അവിടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത്. കാരണം അവിടെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക. പക്ഷെ അതുകൊണ്ട് ദൈവം മാനിച്ചത് കണ്ടോ. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് പഠിക്കുന്ന സമയത്തൊക്കെ കുടുംബമായിട്ട് അവർ ഒരു കുരുക്കിലൊക്കെ അകപ്പെട്ട്, സഹോദരി ഒരു സ്ഥലത്ത് കർത്താവിൻ്റെ ദാസൻ അവിടെ പഠിച്ചത് തന്നെ ഐഡൻറ്റിറ്റി ഒന്നും റിവീൽ ചെയ്യാതെയാണ് അവിടെ പഠിച്ചത്. അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ആ കുടുംബം കടന്നു പോയിട്ടുണ്ട് ചില വർഷങ്ങൾ. പക്ഷേ അവിടെ ആയിരുന്നു, ദൈവം ഇന്ന് മാനിച്ചു. പ്രൈസ് ദി ലോർഡ്.
രാജ്യങ്ങളിൽ കൊണ്ടുപോകുമെന്ന് ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു. ദൈവം അതുപോലെ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് ദൈവം നമ്മോട് അറിയിക്കുന്ന ആലോചനകൾ അത് ഒരുപക്ഷെ നമുക്ക് അസാധ്യമെന്ന് തോന്നും. പക്ഷെ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കാമെങ്കിൽ അതിനെ കളക്ട് ചെയ്ത് വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാലഘട്ടം അത് തെളിയിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആലോചനകൾ ഒരുപക്ഷെ നമുക്ക് അസാധ്യമെന്ന് തോന്നും, പക്ഷെ അതിനെ ഫുൾഫിൽ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം വഴി നടത്തുന്ന വിധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ അഭിമാനത്തോടെ കർത്താവിൻ്റെ ആലോചനകൾ ശ്രേഷ്ഠദാസനിൽ നിന്നും കേൾക്കുവാൻ, നിറഞ്ഞ കണ്ണുകളോടെ കേൾക്കുവാൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇൻഡീഡ് അവർ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. It doesn't matter what people talk about us, but the one who called is faithful. Praise the Lord. അവൻ എന്ത് പറയുന്നു അത് ചെയ്യുവാൻ വിശ്വസ്തനാണ്. കേട്ടുകൊണ്ടിരിക്കുന്നവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ സാഹചര്യം എന്തോ എന്നുള്ളതല്ല, നമ്മുടെ മാതാപിതാക്കളുടെ സാഹചര്യം എന്തോ എന്നുള്ളതല്ല, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്തോ എന്നുള്ളതല്ല, നമ്മുടെ സ്മാർട്ട്നെസ് എന്തോ എന്നുള്ളതല്ല, നമ്മുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി എന്തോ എന്നുള്ളതല്ല. ബട്ട് ഇഫ് ഗോഡ് ടെൽസ് us something, you take it by your heart because he is ready to fulfill that. He is able to fulfill that. Praise God. അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുകയാണ്. സമയം പരിമിതമാണ്. മുമ്പിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളുണ്ട്. നമുക്ക് ആ ശുശ്രൂഷകളിലേക്ക് കടന്നു പോകാം. പ്രൈസ് ലോർഡ്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നിറഞ്ഞവരായി ഇന്ന് പകലിൽ ഞങ്ങളെ മടക്കി അയക്കുന്നതിനായി സ്തോത്രം. ദൈവമേ, ഇന്ന് കടന്നു വന്ന ഞങ്ങളുടെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദൂതുകൾ ഞങ്ങളുടെ സഭയ്ക്ക് ഓരോ കുടുംബത്തിനും ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തതിലായി സ്തോത്രം. കർത്താവെ, കടന്നു വരുവാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്നവർക്കും ഒരനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഈ ആരാധന ഈ ദേശത്തിനൊരു വിടുതലിന് കാരണമായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, മാറ്റമില്ലാത്ത തിരുവചനം ദൈവമേ ഇന്ന് ഞങ്ങളോട് അറിയിച്ചതിനായി സ്തോത്രം. ആഴമേറിയ ദൂതുകളെ ഞങ്ങളോട് അറിയിച്ചതിനായി സ്തോത്രം. തൻ്റെ ശുശ്രൂഷയിൽ ദൈവമേ ഇനിയും പടവുകൾ ചവിട്ടിക്കയറുവാൻ, അഭിഷേകത്തോടെ ദൈവമേ വേദികളിൽ എഴുന്നേൽപ്പാൻ ദൈവം തന്നെ ഏറ്റവും പ്രാഗൽഭ്യതയുള്ളതാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു, മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു, സഹോദരിക്കായി സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബത്തെ ദൈവമോടൊന്ന് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, താൻ ഇവിടെ കടന്നു വന്നത് ഞങ്ങളുടെ സഭയ്ക്ക് ഒരു അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം. അതുപോലെ തന്നെ ദൈവമേ, അങ്ങയുടെ മേശയിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഓരോ ശുശ്രൂഷയിലും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ ഒരാഴ്ചവട്ടക്കാലം ജീവിപ്പാൻ ആവശ്യമായ ദൈവിക ആലോചനകളെ കൊണ്ട് ഞങ്ങളെ നിറച്ചതിനായി സ്തോത്രം. ദൈവമേ, അങ്ങയെ ഭയപ്പെട്ട് അങ്ങയുടെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ ഞങ്ങളുടെ മേൽ പതിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവോടുകൂടെ ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. തുടർന്നുള്ള സമയം ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാവലും കൂട്ടായ്മയും നാം എല്ലാവരോടും, പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഇന്നു മുതൽ എന്നേക്കുമുള്ളതിനായി ഞങ്ങൾക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.